السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه وأتباعه أجمعين. أما بعد. ഒട്ടുമിക്ക സ്ത്രീകളെയും ശാരീരികവും മാനസികവുമായി അലട്ടുന്ന ഒരു വല്ലാത്ത രോഗമാണ് അസ്ഥിസ്രാവം എന്ന് പറയുന്ന വെള്ളപ്പോക്ക്. ആ വെള്ളപ്പോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും മാനസികമായും ശാരീരികമായും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. എന്തെല്ലാം മരുന്ന് ചെയ്താലും മാറാത്ത ഒരു അസുഖം. നല്ല മരുന്ന് കുറേ നാൾ മരുന്ന് ചെയ്താൽ അല്പം അസുഖം കുറഞ്ഞ് വന്നാലും പിന്നീട് അസുഖം കൂടുതലായി കൊണ്ടിരിക്കും. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, ചിലപ്പോൾ അതിൽ വിവാഹം ചെയ്ത സ്ത്രീകളാണെങ്കിൽ അത് പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിലേക്കും ഇങ്ങനെ ഈ അസുഖം വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥിസ്രാവം എന്ന് പറയുന്ന രോഗം മാറി വന്നുകൊണ്ടിരിക്കും. ഈ അസുഖം എന്ന് പറയുന്നത് ആദ്യം ഇത് വെള്ള നിറത്തിലായിരിക്കും ഇത് പോകുന്നത്. അത് കഴിഞ്ഞ അസുഖം ഇങ്ങനെ കഠിനമായി കൂടുതലായിട്ട് കൂടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഓരോ സമയത്തും മഞ്ഞ നിറത്തിലായും കളർ മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ വെള്ളപ്പോക്കുള്ള സ്ത്രീകൾ എന്തെല്ലാം ഗുണമുള്ള ആഹാരങ്ങൾ കഴിച്ചാലും നടുവേദന, ശാരീരികമായ വേദനകൾ, അതുപോലെ കവളൊട്ടുക, കണ്ണ് കൊഴിയുക, ശരീരം മെലിയുക, അങ്ങനെയുള്ള നൂറ് അസുഖങ്ങൾ ഈ അസുഖത്തിൻ്റെ പേരിൽ അവർക്കിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ഇനി ഈ അസുഖം മാറുന്നതിന് വേണ്ടി സ്ത്രീകൾ മരുന്ന് കഴിച്ചാൽ ആ സ്ത്രീകളുടെ അസുഖം കുറയും. പക്ഷേ ശാരീരികമായി ബന്ധപ്പെടുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ആ പുരുഷന്മാർക്ക് അസുഖം ബാധിക്കും. പക്ഷേ പുരുഷന്മാർ മരുന്ന് കഴിക്കുന്നില്ല. സ്ത്രീകൾ അസുഖം മാറുന്നതിന് വേണ്ടി മരുന്ന് കഴിച്ച് അസുഖം മാറിയാൽ ശാരീരികമായി ബന്ധപ്പെടുന്നവരാണെങ്കിൽ പുരുഷന്മാരിൽ നിന്നും വീണ്ടും സ്ത്രീക്ക് അസുഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പുരുഷന്മാരും സ്ത്രീകളും മാറി മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എരിവ്, പുളി പോലെയുള്ള കാര്യങ്ങൾ ഇച്ചിരി കുറയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ ശാരീരികമായി ഈ ബുദ്ധിമുട്ടിക്കുന്ന ഈ വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥിസ്രാവം മാറുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഒരു ഗ്ലാസ് മഴവെള്ളം, നല്ല ശുദ്ധിയായ മഴവെള്ളം എടുത്തിട്ട് ആ മഴവെള്ളത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഒരു തവണ ഊതുക. അതിനുശേഷം സൂറത്തുൽ ഹശറിലെ അവസാനത്തെ 4 ആയത്ത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹി എന്ന് തുടങ്ങുന്ന ആയത്ത്. അങ്ങനെ 4 ആയത്ത് അത് 3 പ്രാവശ്യം ഓതി ഈ വെള്ളത്തിൽ ഊതുക. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്ത് 3 തവണയും, സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത് 3 തവണയും, സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങുന്ന സൂറത്ത് 3 തവണയും 3 സ്വലാത്തും ചൊല്ലി മഴവെള്ളത്തിൽ ഊതി രാത്രി ഊതി വെച്ചതിന് ശേഷം രാവിലെ വെറുംവയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത്. ഇനി ഈ വെള്ളപ്പോക്കിന് മാത്രമുള്ള ഒരു ചികിത്സയാണത്. ഇനി ശാരീരികമായി എന്തെങ്കിലും മറ്റ് വേദനകളോ ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മഴവെള്ളമോ അല്ലെങ്കിൽ ശുദ്ധിയായ വെള്ളമോ എടുത്തിട്ട് ആയത്തുൽ കുർസി 70 വട്ടം, 70 ആയത്തുൽ കുർസിയും ഇഖ്ലാസ് 70 പ്രാവശ്യവും സൂറത്തുൽ ഫലഖ് 70 തവണയും സൂറത്തുൻ നാസ് 70 എന്നിവ ഓതി ഈ മഴവെള്ളത്തിലോ അല്ലെങ്കിൽ ശുദ്ധിയായ വെള്ളത്തിലോ ഓതി വെച്ചിട്ട് അത് വെറുംവയറ്റിൽ കുടിച്ചാൽ അവർക്ക് ശാരീരികമായി ഈ വെള്ളപ്പോക്ക് മാത്രമല്ല അതുകൊണ്ടല്ലാത്ത മറ്റെന്തെങ്കിലും രോഗങ്ങൾ സ്ത്രീകൾക്കുണ്ടായാൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനെ ഹക്ക് കൊണ്ട് ഈ വെള്ളം കുറച്ച് ദിവസം 21 ദിവസമെങ്കിലും മുടങ്ങാതെ കുടിച്ചാൽ ഈ അസുഖം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനെ ഹക്ക് കൊണ്ട് ശിഫയാക്കി തരും. വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖം സ്ത്രീകളെ ഒരുപാട് അലട്ടുന്ന ഒരു രോഗമാണ്. അതിന് അസ്ഥിസ്രാവം എന്നും പറയും. അസ്ഥിസ്രാവം എന്നാൽ അസ്ഥി ഇങ്ങനെ പൊടിഞ്ഞിട്ടോ അല്ലെങ്കിൽ അസ്ഥി ഉരുകിപ്പോകുന്ന ഒരു രോഗമല്ല. പക്ഷേ അതിന് പഴയ കാലം മുതൽ പറയുന്നൊരു പേരാണ് അസ്ഥി ഉരുക്കം എന്ന് പറയും. പക്ഷേ അസ്ഥി ഉരുകുന്ന ഒരു സംഭവമില്ല. ഈ വെള്ളപ്പോക്ക് എന്നൊരു അസുഖം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനെ ഹക്ക് കൊണ്ട് ശിഫയാക്കി തരും. അപ്പോൾ അതിന് ഫാത്തിഹായും ലൗ അൻസൽനായും ഇഖ്ലാസ്, ഫലഖ്, നാസ് ഈ സൂറത്തുകൾ 3 തവണ ഓതി മഴവെള്ളത്തിലോ ശുദ്ധിയായ വെള്ളത്തിലോ ഓതി വെറുംവയറ്റിൽ കുടിക്കുന്നത് പതിവാക്കിയാൽ
ഈ ശാരീരികമായി മാനസികമായി നമ്മളെ സ്ത്രീകളെ അലട്ടുന്ന ഈ പ്രശ്നങ്ങൾ അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ ഹക്കുകൊണ്ട് ഷിഫിയാക്കി തരും. അതിനുവേണ്ടി പ്രത്യേകിച്ച് മരുന്ന് കഴിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് എരിവും പുളിയൊക്കെ ഒന്ന് കുറച്ചാൽ മാത്രം മതി. നമ്മളെ ശാരീരികവും മാനസികമായി അലട്ടുന്ന ഈ അസുഖങ്ങൾ അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ ഹക്കുകൊണ്ട് ഷിഫിയാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെ പ്രോത്സാഹനമാണ് എൻ്റെ ബലം. അത് നിങ്ങളാരും മറന്നു പോകരുത്. അസ്സലാമു അലൈക്കും.